ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മളിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റുമായിട്ടാണ്. ഗിവറപ്പ് എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ട്. ഓക്കെ, എങ്കിലും നമ്മൾ ലേറ്റ് അല്ല. ഇവരുടെ എയർ ഡ്രോപ്പ് V1 കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുകയാണ്. റെഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു കാര്യം നിങ്ങൾ പേടിക്കേണ്ട. എല്ലാവർക്കും അവരവരുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചായിരിക്കും എയർ ഡ്രോപ്പ് ലഭിക്കുക. അതുപോലെ തന്നെ സുയി എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രൊജക്റ്റാണ് സുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുയിൽ വരുന്ന പ്രൊജക്റ്റെല്ലാം അത്രയും ഹൈ ക്വാളിറ്റിയും അത്രയും യൂസ് കേസുകൾ ഉള്ളതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആവും ഗിവറപ്പ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ട്വിറ്ററിലൂടെ നമുക്ക് എൻഗേജ്മെൻറ്റ്സിലൂടെ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്ന ഒരു എയർ ഡ്രോപ്പ് മെത്തേഡാണ് ഇപ്പം നിലവിൽ ഗിവറപ്പ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഗിവറപ്പിലൂടെ നമുക്ക് പോയിൻറ്റ്സ് ഏൺ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ എയർ ഡ്രോപ്പ് വരുന്ന സമയത്ത് പുതിയ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ അവിടെ ആയിരിക്കും പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് ഫാം ചെയ്യാൻ നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ട്വിറ്റർ അക്കൗണ്ടാണ്. ഓക്കെ, എക്സ്, പുതിയ പേര് പറയുകയാണെങ്കിൽ എക്സ്. അപ്പോൾ എക്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് 100 ഫോളോവേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർക്ക് 100 ഫോളോവേഴ്സ് ഉണ്ടാവില്ല. അതിന് ഒരു ഈസി ആയിട്ടുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പലർക്കും 100 ഫോളോവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ഓൾറെഡി ട്വിറ്റർ അക്കൗണ്ട് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ താഴെ എൻ്റെ ട്വിറ്ററിലൊരു ട്വീറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സിലൊരു ട്വീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കമൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഇടുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ ചെല്ലുമ്പോഴും ഒരുപാട് കമൻറ്റ്സ് കാണാൻ പറ്റും. എന്ത് ചെയ്യുക, അവർക്ക് റിപ്ലൈ കൊടുക്കുക. എന്നിട്ട് അവരെ ഫോളോ ചെയ്യുക, അവർ നിങ്ങളെ ഫോളോ ചെയ്യും. ഓക്കെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി എല്ലാവർക്കും 100 അല്ല 1000 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 1000 ഫോളോവേഴ്സ് എത്തിക്കാൻ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം വേണ്ടത് 100 ഫോളോവേഴ്സാണ്. നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി 100 ഫോളോവേഴ്സ് എല്ലാവർക്കും ആക്കാം. ഓക്കെ, എക്സിൽ അതിനുള്ള ഈസിയസ്റ്റ് വേ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്താൽ തന്നെ ഈസിലി 100 ഫോളോവേഴ്സ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്വിറ്ററിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ട്വിറ്റർ പോസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റിൽ നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഫോളോ മീന്നോ അല്ലെങ്കിൽ ഫോളോ ഫോർ ഫോളോ എന്ന് എന്തെങ്കിലും ഒരു പോസ്റ്റ്, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. എന്നിട്ട് നിങ്ങൾ അതുപോലെ കമൻറ്റ്സ് കാണുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുക, നിങ്ങൾ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ പോസ്റ്റിൻ്റെ ആൾ നിങ്ങളെ ഫോളോ ചെയ്യും, നിങ്ങൾക്ക് അയാളെ ഫോളോ ചെയ്യുക. ഓക്കെ, അൺഫോളോ കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ മാത്രമാണ് നമുക്ക് ഈസിലി മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്നെയും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റായിട്ട് വരുന്ന ഗൈഡ്സും ത്രെഡുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലിങ്കിലേക്ക് വരിക എന്നുള്ളതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് വരിക. ഓക്കെ, ഗിവറപ്പിൻ്റെ പേജാണ്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ് അക്കൗണ്ട് കണക്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് എൻ്റെ എക്സ് സസ്പെൻഡ് ആയി പോയി എന്നൊക്കെ. അതിന് കാരണം നിങ്ങൾ നാച്ചുറലായിട്ടൊരു ഹ്യൂമനെ പോലെ അല്ല എക്സ് യൂസ് ചെയ്യുന്നത്, ട്വിറ്റർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, ജസ്റ്റ് എയർ ഡ്രോപ്പ് ഫാം ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും. ലൈക്ക് റീട്വീറ്റ് ഒക്കെ അവർ പറയുന്ന പോലെ മാത്രം ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളുടെ സസ്പെൻഡായി പോകുന്നത്. ഇപ്പോൾ ഇവർ ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്, സുയി എക്കോസിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സുയി എക്കോസിസ്റ്റത്തിൽ വരുന്ന പുതിയ പ്രൊജക്റ്റുകളെല്ലാം ഈസിലി പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഗിവറപ്പിനുള്ളത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയർ ഡ്രോപ്പ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾക്കുള്ള ഗുണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കണക്ട് എക്സ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറയും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് അക്കൗണ്ട് കാണാൻ പറ്റും. അതുപോലെ അപ്രൂവ്, ഓതറൈസ് ചെയ്യാനുള്ള ബട്ടനുണ്ട്. ഓക്കെ, ഓതറൈസ് ആപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗിവറപ്പുമായിട്ട് നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ എക്സ് അക്കൗണ്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഗേറ്റ്, ബിറ്റ്ഗെറ്റ്, ബൈബിറ്റ്, സർഫ്, മറൈൻ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ലഷ് ആണ്. ഓക്കെ, സ്ലഷ് കണക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലഷ് ആണ് സുയുടെ തന്നെ എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒരു വാലറ്റ്. അതുപോലെ തന്നെ സ്ലഷിൻ്റെ എയർ ഡ്രോപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലഷിൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 തരത്തിലും ഗുണമാണ്. സ്ലഷിൻ്റെ എയർ ഡ്രോപ്പിൽ നമുക്ക് എന്ത് കിട്ടും, അലോക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഗിവറപ്പിലും കണക്ഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സ്ലഷിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻ വർക്കാവുന്ന മൈസസ് പോലുള്ള ഏതെങ്കിലും ബ്രൗസർ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, ഞാനിവിടെ എന്തായാലും ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, ക്രോം വെബ് സ്റ്റോറിലേക്ക് പോകുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി സ്ലഷ് ഉണ്ട്, ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് ക്രോം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എനേബിൾ ചെയ്യാണ്. അപ്പോൾ കാണാൻ പറ്റും സ്ലഷ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, സ്ലഷ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വാലറ്റ് ക്രിയേറ്റ് ആയിട്ട് കിട്ടും. നിങ്ങളുടെ സ്ലഷിൽ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഉറപ്പായിട്ടും. നിങ്ങൾ ഓൺ ചെയിൻ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ല എങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതുമാണ്. ഓക്കെ, അപ്പോൾ സ്ലഷ് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ പേജിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ സ്ലഷ് കാണാൻ പറ്റും. എന്ത് ചെയ്യുക, സ്ലഷ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൃത്യമായിട്ട് എനിക്ക് സ്ലഷ് ഒന്നും കാണുന്നില്ല, കുറച്ച് ബ്രൗസറിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കണക്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, എൻ്റെ ബ്രൗസർ വളരെ ചെറുതാക്കി ഒരു മൊബൈൽ ഫോൺ വ്യൂയിലേക്ക് മാറ്റിയതിന് ശേഷം മെനു ഓപ്പൺ ചെയ്യുന്നു.
അതിനുശേഷം ഇവിടെ കണക്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്ലഷ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ബ്രൗസറിൻ്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ കാണാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, കണക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലഷിൻ്റെ വാലറ്റ് എക്സ്റ്റൻഷനിൽ ഇതുപോലെ പോപ്പപ്പ് വരും. ഇതെന്ത് ചെയ്യുക, അൺലോക്ക് ചെയ്തതിന് ശേഷം കണക്റ്റ് കൊടുക്കുക. അപ്പോൾ എൻ്റെ വാലറ്റ് ഇവിടെ കണക്റ്റ് ആയത് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും കൂടെ മാക്സിമൈസ് ചെയ്യുകയാണ്. ഇവിടെ കാണാൻ പറ്റും എൻ്റെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. മൈ പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മളുടെ ട്വിറ്റർ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ട്രസ്റ്റഡ് ഫോളോവേഴ്സ് കാണാം. അതുപോലെ തന്നെ നമുക്ക് റെപ്പിൻ്റെ പോയിൻറ്റ്സ് എത്രത്തോളം ഉണ്ട് എന്നും കാണാൻ പറ്റും. ഈ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടുക, എയർ ഡ്രോപ്പ് കിട്ടുക. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് ഈ ഒരു പേജിൽ ചെയ്യാനുള്ളത്. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയൽറ്റി റിവാർഡ്, ലോയൽറ്റി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതും സെയിം തന്നെയാണ്. നിങ്ങൾ ആദ്യം ഈ പേജിൽ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യുക. എക്സും വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ലോയൽറ്റി റിവാർഡിൻ്റെ പേജിലേക്ക് വരിക. നമ്മൾ നേരത്തെ ആ പേജിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈ പ്രൊഫൈൽ കാണാൻ പറ്റും, വാലറ്റ് കണക്ട് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഈസിലി ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോയൽറ്റി പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ആക്റ്റീവ് പ്രോഗ്രാംസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, അൺടച്ചബിൾ ഉണ്ട്, 0x മീഡിയ ഉണ്ട്, ഇതെല്ലാം തന്നെ ATTN ഉണ്ട്. ഇതെല്ലാം തന്നെ സുയി എക്കോസിസ്റ്റത്തിൽ വരുന്ന എന്ന് വെച്ചാൽ സുയി ബ്ലോക്ക് ചെയിനിൽ വരുന്ന പ്രൊജക്റ്റുകളാണ്. ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിവ്റപ്പ് എന്ന് പറയുന്ന ഈ ഒരു എയർ ഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റ് പോലും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 100 ഫോളോവേഴ്സ് ഇവിടെ കാണാൻ പറ്റും. മിനിമം 100 ഫോളോവേഴ്സ് റിക്വയർഡ്. 100 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ട്വിറ്റർ പോസ്റ്റിലേക്ക് പോവുക. അവിടെ നിങ്ങളൊരു കമൻറ്റ് ഇടുക. ആരെങ്കിലും കമൻറ്റ് ഇട്ടത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കുക, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ നിങ്ങളെ തിരിച്ച് ഫോളോ ചെയ്യും. നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ നിങ്ങളും തിരിച്ച് ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ഫോർ ഫോളോ ചെയ്തതിന് ശേഷം ഈസിലി 100 ഫോളോവേഴ്സ് ആക്കാൻ പറ്റും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജോയിൻ ഓൾ പ്രോഗ്രാംസ് കൊടുത്തു കഴിഞ്ഞാൽ ലോയൽറ്റി പ്രോഗ്രാമിലുള്ള എല്ലാ പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് പറയുന്ന ഫോളോവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ആവും. ഇവിടെ പറയുന്ന റിക്വയർമെൻറ്റ്സ് കാണാം. മിനിമം 100 ഫോളോവേഴ്സാണ് എല്ലാത്തിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, മിനിമം 100 ഫോളോവേഴ്സ് ആക്കി നമുക്ക് എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ എന്തായാലും ജോയിൻ ഓൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സക്സസ്, നമ്മൾ 9 പ്രൊജക്റ്റുകളിൽ ജോയിൻ ആയി. ഓക്കെ, ഇവിടെ കാണുന്ന എല്ലാത്തിലും നമ്മൾ ജോയിൻ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ ഓരോന്നിലും ചെയ്യേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് ഈ പ്രൊജക്റ്റിന് താഴെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ കാണാൻ പറ്റും ക്ലിക്ക് ജോയിൻ, നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തു. പിന്നെ ഫോളോ ആൻഡ് ട്വീറ്റ് അബൌട്ട് ബ്ലൂ പ്രിൻറ്റ്. ഈ ബ്ലൂ പ്രിൻറ്റ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, ബ്ലൂ പ്രിൻറ്റിൻ്റെ അക്കൗണ്ട് ആദ്യം ഫോളോ ചെയ്യണം. എന്നിട്ട് ബ്ലൂ പ്രിൻറ്റിനെ പറ്റി ട്വീറ്റുകൾ എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ബ്ലൂ പ്രിൻറ്റിനെ പറ്റി ട്വീറ്റുകൾ എഴുതിയ ആളുടെ ട്വീറ്റിന് താഴെ പോയി റിപ്ലൈ കൊടുക്കണം. നമ്മൾ ഇതിൽ ഏത് ചെയ്യുകയാണെങ്കിലും നമ്മൾ അവസാനം ബ്ലൂ പ്രിൻറ്റിൻ്റെ എക്സ് അക്കൗണ്ടിനെ ടാഗ് ചെയ്യണം. ഇത്രയും ചെയ്താൽ മതി. ബ്ലൂ പ്രിൻ്റ് ആണെങ്കിൽ, ഇനി നമ്മൾ അൺടച്ചബിൾ ആണ് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ATTN ആണ് ചെയ്യുന്നുണ്ടെങ്കിലോ ആദ്യം ജോയിൻ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി ചെയ്തു. നമ്മൾ ഫോളോ ചെയ്യണം, ATTN ഫോളോ ചെയ്യണം ട്വിറ്ററിൽ, അത് ചെയ്യുക. എന്നിട്ട് ATTN പറ്റി എന്താണ് ATTN എന്നൊക്കെ ഇവരുടെ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു ട്വീറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. എന്നിട്ട് അവസാനം ആ ട്വീറ്റ് കഴിഞ്ഞതിന് ശേഷം ATTN എന്ത് ചെയ്യുക, ടാഗ് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. ആദ്യം ATTN ഫോളോ ചെയ്യുക. എന്നിട്ട് ATTN എന്താണ് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ ട്വീറ്റ് വായിച്ച് നോക്കുക എന്താണ് ATTN എന്നുള്ള കാര്യം ജസ്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം ATTN പറ്റി ഒരു പോസ്റ്റ് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിവിടെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ATTN ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ആം ബുള്ളിഷ് ഓൺ ATTN. ഇത്രയും ചെയ്താൽ തന്നെ ഒരു പോസ്റ്റായി. ഓക്കെ, ഐ ആം ബുള്ളിഷ് അറ്റ് ATTN ടോക്കൺ. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എനിക്ക് ഗിവ്റപ്പ് പോയിന്റ്സ് കിട്ടി തുടങ്ങും. ഓക്കെ, എൻ്റെ പോസ്റ്റിന് താഴെ എത്രത്തോളം ആക്ടിവിറ്റി വരുന്നു, എത്രത്തോളം വ്യൂസ് വരുന്നു, ലൈക്സ് വരുന്നു, റീട്വീറ്റ് ഇതൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് പോയിന്റ്സ് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെ പോസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ലൈക്സ് റീട്വീറ്റും എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് 100 ഫോളോവേഴ്സ് ആക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന എല്ലാവരും എന്തായാലും ഈ ATTN പറ്റിയും ഗിവ്റപ്പിനെ പറ്റിയും എല്ലാം തന്നെ പോസ്റ്റുകൾ ഇടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇതുപോലെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു പോസ്റ്റിനടിയിൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു സബ് അക്കൗണ്ട് എന്നാണ് ചെയ്ത് കാണിച്ചിരുന്നത്, ആ ഒരു പോസ്റ്റിനടിയിൽ പോയി. അപ്പോൾ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു എന്ന് വിചാരിക്കുക, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ഇട്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇട്ടത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടതെന്താണ്, എനിക്ക് റീട്വീറ്റ് ചെയ്യാൻ പറ്റുമത്. റീപോസ്റ്റ് ചെയ്യുമ്പോൾ കോട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോട്ടാണെങ്കിൽ ജസ്റ്റ് റീപോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്കും അതിന് മുൻപ് ഒരു കമൻറ്റ് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേറെ ആളാണെന്ന് വിചാരിക്കട്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സബ് അക്കൗണ്ട് തന്നെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരാൾ ബുള്ളിഷ് ആണെന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ആം ഓൾസോ ബുള്ളിഷ്. ഓക്കെ, ഞാൻ എഴുതുകയാണ് ഓൺ. ഏതിലാണ് ഓൺ, അറ്റ്. അപ്പോൾ അക്കൗണ്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യണം ATTN ടോക്കൺ, അതിന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, കാണാൻ പറ്റും ATTN. എന്നിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആ റീപോസ്റ്റിനുള്ള ഗിവ്റപ്പ് പോയിന്റ് എനിക്ക് കിട്ടുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പർ ഇതുപോലെ പോസ്റ്റ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ റീപോസ്റ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം കോട്ട് ചെയ്തതിനു ശേഷം നിങ്ങളും എന്തെങ്കിലും ഇതിനെപ്പറ്റി
കൃത്യമായി മനസ്സിലാക്കി, സോറി ഇപ്പോൾ ഞാൻ എഴുതിയത് മുള്ളിഷ് എന്നായി പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ബുള്ളിഷ് എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്താണ് ATT എന്ന് ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട് പോയി എന്താണ് വരുന്നത് വായിച്ചു നോക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി എന്താണ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി ഒറിജിനൽ ഒരു മനുഷ്യൻ എങ്ങനെ പോസ്റ്റ് എഴുതുമോ അതുപോലെ എഴുതണം. അല്ലെങ്കിൽ ഓക്കെ ഹലോ എന്നൊക്കെ എഴുതിയിട്ടിട്ട് കാര്യമില്ല. ഓക്കെ, ജെനുവിൻ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വേണം. ഇനി ഞാനിട്ട അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറുടെ ട്വിറ്റർ പോസ്റ്റ് നിങ്ങളിങ്ങനെ കണ്ടു എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, ഇതിനടിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാമല്ലോ. ഗുഡ് പ്രൊജക്റ്റ് എന്നോ ഇട്ടാൽ പോരാ, കുറച്ച് നന്നായിട്ട് എന്തെങ്കിലും ഗിവറപ്പ് എന്താണ്, ഞാനിതിൽ എത്രത്തോളം ഇൻവോൾവ് ആണ്, ഞാൻ ഇതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്യുന്ന എത്രയാണ്, സുയി എക്കോസിൽ വന്ന പുതിയ പ്രൊജക്റ്റാണ്, എന്തിട്ടാലും നമ്മൾ ആ ഒരു ലോയൽറ്റി പ്രോഗ്രാമിൻ്റെ അക്കൗണ്ടിനെ അവിടെ മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് അത് കൗണ്ട് ആവുക. ഓക്കെ, ആദ്യം ലോയൽറ്റി പ്രോഗ്രാമിൽ വരിക, ജോയിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജോയിൻ ചെയ്യണം കേട്ടോ, ഞാനിപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ലീവ് കാണിക്കുന്നത്. ജോയിൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾ ട്വിറ്ററിൽ സംസാരിക്കുക, സ്വന്തമായിട്ട് പോസ്റ്റുകൾ ചെയ്യുക. പോസ്റ്റുകൾ ചെയ്യുന്നവരെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതുപോലെ റീപോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനടിയിൽ കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ ആ പ്രൊജക്റ്റിനെ നിങ്ങൾ ടാഗ് ചെയ്തിരിക്കണം. അത് ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് ലോയൽറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത്. ഓക്കെ, ഇതിന് പകരം നിങ്ങൾ അൺടച്ചബിൾ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അൺടച്ചബിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. അൺടച്ചബിൾ എന്താണെന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിപ്പോൾ അൺടച്ചബിൾ എടുത്തപ്പോൾ കാണാൻ പറ്റും കമ്മിങ് സൂൺ ഓൺ സുയി നെറ്റ്വർക്ക് എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് അൺടച്ചബിളിൻ്റെ ലോയൽറ്റി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തതിന് ശേഷം ഇവരുടെ എക്സിലേക്ക് പോവുക. എക്സിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവരെ ആദ്യം ഫോളോ ചെയ്യുക. ഓക്കെ, ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു പോസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. പോസ്റ്റ് കൊടുക്കുക, എന്നിട്ട് അൺടച്ചബിൾ ഇവരുടെ അക്കൗണ്ട് ആദ്യം മെൻഷൻ ചെയ്തതിന് ശേഷം ഈസ് സൂൺ കമ്മിങ് ഓൺ സുയി എന്ന് കൊടുക്കുക. അപ്പോൾ എന്തായി, മെൻഷനുമായി ഇവർ വരികയാണെന്നുള്ളത് നമ്മൾ പോസ്റ്റും ചെയ്തു. ഓക്കെ, അപ്പോൾ തന്നെ ഒരു പോസ്റ്റ് അവിടെ ആയി. ഓക്കെ, ഇതുപോലെ ഓരോ പ്രൊജക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോസ്റ്റുകൾ ഇടാം. ഓക്കെ, ഇനി ഞാനിട്ട പോസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇട്ട പോസ്റ്റ് ഇതുപോലെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ അതിന് താഴെ പോയി കമൻറ്റ് ചെയ്യുക, ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുക. അത് റീപോസ്റ്റ് ചെയ്യുമ്പോൾ കോട്ട് ഇട്ടിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു കാര്യം കൂടി ഈ പ്രൊജക്റ്റിനെ പറ്റി എഴുതിയതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച പോലെ കമൻറ്റ് ഇടുകയാണെങ്കിലും സെയിം തന്നെ ആ പ്രൊജക്റ്റിനെ മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല ഗിവറപ്പ് പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും ലോയൽറ്റി റിവാർഡ്സ് വഴി തന്നെ. നമ്മൾ നല്ല ട്വീറ്റുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ട്വിറ്ററിൽ നിന്ന് നല്ല വ്യൂസും ലൈക്സും റീട്വീറ്റ് എല്ലാം കിട്ടും. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല നിങ്ങളെ ക്വാളിറ്റി പോസ്റ്റുകളാണെങ്കിൽ. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ പോസ്റ്റുകൾ ഇടാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ കാണിച്ച പോലെ ഐ ആം ബുള്ളിഷ്, ദിസ് ഈസ് എ ഗുഡ് പ്രൊജക്ട് എന്ന് എഴുതിയിട്ട് നമുക്ക് വലിയ റീച്ചൊന്നും കിട്ടില്ല. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യേണ്ടി വരുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ലോയൽറ്റി പ്രോഗ്രാമിൽ വരുന്ന പ്രൊജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഗിവറപ്പ് പോയിന്റ്സ് കിട്ടും. അതിനോടൊപ്പം ഇവിടെ കാണാൻ പറ്റും ബ്ലൂ പ്രിന്റിനെ പറ്റി എഴുതുകയാണെങ്കിൽ USDC റിവാർഡ് ഉണ്ട്, അൺടച്ചബിളിനെ പറ്റി എഴുതുകയാണെങ്കിൽ USDC റിവാർഡ് ഉണ്ട്, 0x മീഡിയനെ പറ്റി എഴുതുകയാണെങ്കിൽ USDC റിവാർഡ് ഉണ്ട്, ATTനെ പറ്റി എഴുതുകയാണെങ്കിൽ ATT എൻ്റെ റിവാർഡ് പോയിന്റ് ആയിട്ടുള്ള എയർ ഡ്രോപ്പ് പോയിന്റ് കിട്ടും. ഓക്കെ, ATTൻ്റെ റിവാർഡ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു അലോക്കേഷൻ കിട്ടും. അങ്ങനെ ഓരോ പ്രൊജക്റ്റുകൾക്കും ഓരോ റിവാർഡുകളാണ് ഇതിന് ലീഡർ ബോർഡിൽ വരുന്നതിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്വാളിറ്റി ഉള്ള പ്രൊജക്റ്റുകൾ ഈ പ്രൊജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ട്വിറ്ററിൽ എഴുതാൻ. ഓക്കെ, അല്ലാതെ ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ലീഡർ ബോർഡിലേക്ക് ഇത്രയും ഒന്നും റീച്ച് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ക്വാളിറ്റി പോസ്റ്റുകൾ എഴുതുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലൈക്കും ഷെയറും റീട്വീറ്റുകളെല്ലാം വന്നു തുടങ്ങും. ഓക്കെ, 1-2 എഴുതുമ്പോൾ വന്നോളണമെന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് പുതിയ പ്രൊജക്റ്റുകളെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുക. അതാണ് ലോയൽറ്റി പ്രോഗ്രാമിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഗിവറപ്പിനെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ട്വിറ്ററിലേക്ക് വന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഞാൻ പോസ്റ്റ് ഇടുകയാണ്. എന്താണ് ഗിവറപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു തന്നു വീഡിയോയിൽ. സുയി എക്കോസിസ്റ്റിൽ വന്നിരിക്കുന്ന ട്വിറ്ററിലൂടെ നമുക്ക് എയർ ഡ്രോപ്പ് ഫാമിംഗ് നടത്താൻ പറ്റുന്ന ഗിവറപ്പ് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഗിവറപ്പ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം റീച്ച് കിട്ടും എന്നുള്ള സംശയമാണ്. വളരെ കുറഞ്ഞ റീച്ചല്ലേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. നിങ്ങളാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കണ്ടാൽ എന്ത് ചെയ്യും, ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ ഒരു റിപ്ലൈക്ക് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. ഓക്കെ, ഒരു ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പോയിന്റ്സ് കിട്ടും, ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒരു സാമ്പിൾ പോസ്റ്റ് അല്ല, നല്ലൊരു പോസ്റ്റ് യൂറോപ്പിനെ പറ്റി ഡീറ്റെയിൽസ് വെച്ച് നല്ലൊരു പോസ്റ്റ് നിങ്ങളും ജോയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല വ്യൂസ് നിങ്ങൾക്ക് ട്വിറ്ററിൽ നിന്ന് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിലൂടെ നിങ്ങൾക്ക് നല്ല പോയിന്റ്സും ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ഇടാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അതുപോലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളുടെ അടിയിലെല്ലാം വന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ റീട്വീറ്റ് ചെയ്യുമ്പോൾ കോട്ട് ചെയ്യാൻ മറക്കരുത്. കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ എഴുതുക. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് വിടരുത്. കൃത്യമായിട്ടൊരു മനുഷ്യൻ എന്താണ് എഴുതുക, അതുപോലെ പാരഗ്രാഫായിട്ട് നല്ല വൃത്തിയിൽ എഴുതുക ആ പ്രൊജക്റ്റിനെ പറ്റി. ഓക്കെ, എന്നിട്ട് അവസാനം അറ്റ് ഗിവറപ്പ്, ആ ഗിവറപ്പിനെ പറ്റി മെൻഷൻ ചെയ്യണം. ഗിവറപ്പിൻ്റെ അക്കൗണ്ട് എപ്പോഴും മെൻഷൻ ചെയ്യണം. ഓക്കെ, ഗിവറപ്പ് എന്ന് കൊടുക്കുക, എങ്കിൽ മാത്രമേ അത് കൗണ്ട് ആവുള്ളൂ. എന്നിട്ട് റീപോസ്റ്റ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴും ഈ പ്രൊജക്റ്റിനെ പറ്റി എന്ത് കമൻറ്റ് ഇട്ടാലും ഇപ്പോൾ ഗുഡ് എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ, ഇന്ന് ഇടാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ എത്രത്തോളം നല്ല പോസ്റ്റുകൾ ഇടുന്നോ കമൻറ്റ്സ് ഇടുന്നോ അത്രത്തോളം റീച്ച് നിങ്ങൾക്ക് കിട്ടും, അത്രത്തോളം ഗിവർ അപ്പ് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ എന്ത് ഗുഡ് എന്നിട്ടാലും അതിന് അവസാനത്തിൽ ഗിവർ അപ്പിൻ്റെ അക്കൗണ്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗിവർ അപ്പ് അക്കൗണ്ട് മെൻഷൻ ചെയ്ത് റിപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്രത്തോളം ട്വിറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇംപ്രഷൻസും എൻഗേജ്മെൻറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിവർ അപ്പ് പോയിന്റ്സ് ഉണ്ടാക്കാം. ഈസിലി ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുക, അവരിടുന്ന പോസ്റ്റുകളെല്ലാം സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെ ലൈക്ക് ചെയ്യുക. റീപോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോട്ട് ചെയ്തിരിക്കണം. കമൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഗിവർ അപ്പിനെ മെൻഷൻ ചെയ്യണം. കോട്ട് ചെയ്യുമ്പോഴും ഗിവർ അപ്പിനെ മെൻഷൻ ചെയ്യണം. ഇനി ലോയൽറ്റി പ്രോഗ്രാം ഈ ATT എന്നെ പോലെയും അതുപോലെ തന്നെ ലോയൽറ്റി പ്രോഗ്രാമിൽ വന്ന ഏതൊരു പ്രൊജക്റ്റാണ് കാണുന്നുണ്ടെങ്കിലും അതിനടിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഗിവർ അപ്പിനെ അല്ല ചെയ്യേണ്ടത്, ആ ATT ആണ്. ഓക്കെ, ATT എന്ന് പറഞ്ഞാൽ ഗിവർ അപ്പിൽ ലോയൽറ്റി പ്രോഗ്രാമിൽ വന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഏത് പ്രൊജക്റ്റിനെ പറ്റിയാണോ പോസ്റ്റ് കാണുന്നത് ആ പ്രൊജക്റ്റിന് വേണം നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോഴും റീപോസ്റ്റ് ചെയ്ത് കോട്ട് ചെയ്യുമ്പോഴും എല്ലാം മെൻഷൻ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഗിവർ അപ്പിനെ പറ്റി മാത്രം സംസാരിക്കുകയാണെങ്കിൽ @ഗിവർ അപ്പ് എന്ന് കൊടുക്കുക കോട്ടിലും, അതുപോലെ തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ലോയൽറ്റി പ്രോഗ്രാമിലുള്ള പ്രൊജക്റ്റുകളാണ് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കോട്ട് ചെയ്യുക അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ട് വേണം പോസ്റ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനും റീപോസ്റ്റ് ചെയ്യാനും. അത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നോക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അതാണ് ഒരു മിനിമം എമൗണ്ട് ഉണ്ടാക്കാനുള്ള നമ്മളുടെ വഴി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് ഇടുന്നോ എത്രത്തോളം നല്ല പോസ്റ്റുകൾ നിങ്ങൾ എഴുതുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്വിറ്ററിൽ നിന്ന് വ്യൂസ് കിട്ടും, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഗിവർ അപ്പ് പോയിന്റ്സും കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്കും ഷെയറും റീട്വീറ്റും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ കാണിച്ച പോലെ ഐ ആം ബുള്ളിഷ് എന്നൊക്കെ എഴുതി നിർത്താതിരിക്കുക. കൃത്യമായിട്ട് ഓരോ പ്രൊജക്റ്റുകളും വരുമ്പോൾ അതിനെപ്പറ്റി പഠിച്ച് അവരുടെ വെബ്സൈറ്റിലെല്ലാം പോയി വായിച്ച് നോക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റ് എഴുതി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഓർഗാനിക്കലി നിങ്ങൾക്ക് വ്യൂസ് വരും. നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയും ഇവരുടെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ ശ്രമിക്കുക എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മടിയന്മാരാവരുത്. നമ്മുടെ ചാലഞ്ചിലെല്ലാം മുൻപോട്ട് പോകണമെങ്കിൽ നല്ല എയർ ഡ്രോപ്പ് എമൗണ്ട്സ് നമുക്ക് വേണം. ഒരിക്കലും ഞാൻ ഈ ഒരു എയർ ഡ്രോപ്പിൽ നിന്ന് വലിയ എമൗണ്ട് കിട്ടും, ഇത്ര എമൗണ്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതെന്ന് പ്രോമിസ് ചെയ്യുന്നില്ല. സൂയി എക്കോസിൽ വന്ന അത്യാവശ്യം നല്ല ഹിറ്റായി നിൽക്കുന്ന, ഇനി കൂടുതൽ ഹിറ്റാവാൻ പോകുന്ന പ്രൊജക്റ്റാണ് ഗിവർ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുകയാണ്. നമ്മളും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനിയും അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എയർ ഡ്രോപ്പുകൾ വരാനുണ്ട്, അതെല്ലാം നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ലോയൽറ്റി പ്രോഗ്രാമിൽ നിങ്ങൾ നല്ല പോസ്റ്റുകൾ എഴുതി ലീഡർ ബോർഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ USDC റിവാർഡുകൾ കിട്ടും. ഡോളേഴ്സാണ്. ഓക്കെ, ഒറിജിനൽ USDC കിട്ടും, എയർ ഡ്രോപ്പ് പോയിന്റ്സും കിട്ടും. അതെല്ലാം പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്നും ഏണിങ്സ് ഉണ്ടാക്കാം, ഗിവർ അപ്പിന്നും ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ മിസ്സാക്കാതിരിക്കുക. മടിയന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, നല്ല പോസ്റ്റുകൾ എഴുതാൻ കഴിവുള്ളവരും അല്ലെങ്കിൽ ChatGPT ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, പക്ക കോപ്പി പേസ്റ്റ് ചെയ്യരുത്, നിങ്ങളുടെ മോഡിഫിക്കേഷൻസ് അവിടെ വരുത്തി പോസ്റ്റുകൾ ഇടുക, കൃത്യമായിട്ട് മുൻപിലേക്ക് പോവുക. മടിയന്മാരായി പോകരുത്. ഞാൻ എന്നും എന്ത് ചെയ്യാം, എൻ്റെ ടെലഗ്രാം ചാനലിൽ അലേർട്ട് ഇടുന്ന സമയത്ത് യൂറപ്പിൽ ഒരു പോസ്റ്റ് ഇടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ളൊരു ടെലഗ്രാം ചാനലിൽ അലേർട്ട് ഇടുന്ന സമയത്ത് കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സമയത്ത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞ മടിയന്മാരെ പോലെ മാറ്റരുത്. അപ്പോൾ തന്നെ ഒരു പോസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ രാവിലെയാണത് കാണുന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു ഹു ആർ ഫാമിംഗ് അല്ലെങ്കിൽ ഹു ആർ പാർട്ടിസിപ്പേറ്റിംഗ് അല്ലെങ്കിൽ ഹു ആർ ഫോളോയിങ് @ഗിവർ അപ്പ് എന്നിട്ടാലും @ഗിവർ അപ്പിനെ മെൻഷൻ ചെയ്യണം. ഈ ലോയൽറ്റി പ്രോഗ്രാമുകളുടെ പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ അക്കൗണ്ടിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഇത്രയും മാത്രം ചെയ്ത് ട്വിറ്ററിൽ നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയാൽ മാത്രം മതി. ആദ്യം 100 ഫോളോവേഴ്സ് ആക്കുക, എന്നിട്ട് നിങ്ങൾ നല്ല പോസ്റ്റുകൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സും ലൈക്കും ഷെയറെല്ലാം ഓട്ടോമാറ്റിക്കലി ഓർഗാനിക്കലി വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് നല്ല ഗിവർ അപ്പ് പോയിന്റ്സ് കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി മുൻപിലേക്ക് പോകാൻ പറ്റും. അത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക, അവിടെയാണ് എല്ലാ അപ്ഡേറ്റ്സും പോസ്റ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിലായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.